സംസ്ഥാനത്ത് മിൽമ പാലിന് ലീറ്ററിന് 4 രൂപ കൂട്ടാൻ ധാരണയായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കില്ല. മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, അതുകൊണ്ട് തന്നെയാണ് എറണാകുളം യൂണിയൻ ഭാരവാഹികൾ പ്രതിഷേധിച്ചത്. തീരുമാനമായിട്ടുണ്ട്, പക്ഷെ നടപ്പിലാക്കുന്നില്ല. അത് ചെയർമാൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. ഇന്നത്തെ യോഗത്തിലുണ്ടായ തീരുമാനം എങ്ങനെയാണ്? അനുജ, മിൽമ ബോർഡ് യോഗം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. യോഗം തുടരുകയാണ്. അതിനിടയിലാണ് എറണാകുളം യൂണിയൻ ഭാരവാഹികൾ യോഗത്തിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങുകയും പുറത്തു വന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. അതിൽ അവർ പറയുന്നത് ഇന്നും ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ പാൽ വില വർധനയുമായി ബന്ധപ്പെട്ട തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് യോഗത്തിൽ തീരുമാനമായി വന്നത്. അതുകൊണ്ടാണ് പ്രതിഷേധിച്ചിറങ്ങുന്നത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഡിസംബറിൽ തന്നെ മിൽമയുമായി ബന്ധപ്പെട്ട് ക്ഷീരവകുപ്പ് മന്ത്രി അടക്കം ഒരു വില വർധന ഉണ്ടാകുമെന്നുള്ള തീരുമാനം പറഞ്ഞതാണ്. പല യോഗത്തിലും മന്ത്രിസഭയിലും അടക്കം ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതുവരെ ആ തീരുമാനം നടപ്പിലാക്കാൻ ആകുന്നില്ല മിൽമ ബോർഡിന് എന്നുള്ളതാണ് ഇതിൽ ഒരു വിഭാഗം യൂണിയൻ ഭാരവാഹികൾ പറയുന്നത്. കാരണം അത് തീരുമാനമായിട്ടും എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. ഇപ്പോൾ ഈ ഒരു 4 രൂപ ലിറ്ററിന് വർദ്ധിപ്പിക്കാനാണ് യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു. പക്ഷേ അനുകൂലമായ നടപടി, ഒരു മറുപടി ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്ത് ആ തീരുമാനം നടപ്പിലാക്കാമെന്നുള്ളതാണ് യോഗത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മിൽമ ബോർഡ് യോഗത്തിൽ തീരുമാനമായി വന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം യൂണിയൻ ഭാരവാഹികൾ പറയുന്നത്. കാരണം കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഇവർക്ക് ഈ വില വർധനയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുമെന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചിട്ടും ഇതുവരെ എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചെയർമാന്റെ ഏകപക്ഷീയമായ ഒരു തീരുമാനമുണ്ടാകുന്നു. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് സംശയിക്കുന്നു എന്നുള്ളതാണ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത്. കാരണം ഇനി സർക്കാർ മാറി വരികയാണെങ്കിൽ അത് മറ്റൊരു സർക്കാരിന്റെ തലയിലിട്ട് ഒഴിവാകാനുള്ള ഒരു ശ്രമം മിൽമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നുള്ളതാണ് എറണാകുളം യൂണിയൻ ഭാരവാഹികളും അതിന്റെ പ്രതിനിധികളും പറയുന്നത്. അങ്ങനെ ഇന്നും തത്വത്തിൽ ഈ വില വർധനവ് അത് സർക്കാർ അനുമതി അടക്കം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും അത് നടപ്പിലാക്കില്ല. ഇന്നും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ബോർഡ് യോഗം കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ചെയർമാൻ അടക്കം മാധ്യമങ്ങളെ കാണുമെന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും 4 രൂപ വില വർധനവ് പാലിന് ഉണ്ടാകുമെന്നുള്ള കാര്യം, ലിറ്ററിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് എപ്പോൾ നടപ്പിലാക്കും? ഈ നടപ്പിലാക്കുന്നതിൽ മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആരോപണമായി വരുന്നത്. ഇന്നും അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകില്ല. ഇന്നത്തെ യോഗത്തിലും പ്രധാന അജണ്ടയായി ഈ ഒരു തീരുമാനമെടുത്തെങ്കിലും അതിലൊരു നടപ്പിലാകൽ വൈകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് യൂണിയൻ ഭാരവാഹികളടക്കം പുറത്തു വന്ന് മാധ്യമങ്ങളെ കാണുകയും വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. മേഘന, ഇതിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പ്രത്യേക അനുമതി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നേടി വിലവർധന നടപ്പിലാക്കുക എന്നതിലേക്ക് മിൽമ പോകാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്തത്. ആ സാധ്യത ചെയർമാൻ ആരാഞ്ഞിരുന്നു, പക്ഷേ അത് ലഭിച്ചില്ല എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അനുജ, നമുക്ക് ഇപ്പോൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം നേരത്തെ തന്നെ ഈ യോഗത്തിന് മുന്നേ തന്നെ മിൽമ ബോർഡ് ചെയർമാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനമാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിൽ ഒരു പെരുമാറ്റച്ചട്ട ലംഘനമുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യം, ഒരു കത്തയച്ചു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അങ്ങനെ അനുകൂലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ വിലവർധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി പ്രതികരിച്ചു. പക്ഷേ ഇപ്പോൾ ഈ യോഗത്തിന് ശേഷമുള്ള ഒരു പ്രതികരണം മിൽമ ബോർഡ് ചെയർമാന്റേതായി ലഭിച്ചിട്ടില്ല. പക്ഷേ അവർ അതിലൊരു പ്രശ്നമായി വന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിൽ ഒരു വിഭാഗം പറയുന്നത് അത് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ എങ്ങനെയാണ് വരിക എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം മിൽമ ബോർഡിന് കൃത്യമായും സ്വയം അധികാരമുണ്ട്. ഒരു കൃത്യമായും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരമുണ്ട്. അതിൽ സർക്കാരിന്റെ അനുമതി വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ വരില്ല എന്നുള്ള കാര്യമാണ് ഒരു വിഭാഗം വിമർശനമായി ഉന്നയിക്കുന്നത്. എന്തായാലും അതിൽ ഒരു ഔദ്യോഗിക പ്രതികരണം ഈ യോഗത്തിന് ശേഷം മിൽമ ബോർഡ് ചെയർമാനായി വരും. ഡയറക്ടർ ബോർഡ് യോഗം തുടരുകയാണ്. അതിനു മുൻപാണ് പ്രതിഷേധിച്ചുകൊണ്ട് എറണാകുളം യൂണിയൻ ഭാരവാഹികൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞത്. ചെയർമാനെതിരെയായിരുന്നു അവരുടെ പ്രതിഷേധം. ഏതായാലും യോഗത്തിന് ശേഷം ചെയർമാൻ എന്താണ് വ്യക്തമാക്കാൻ പോകുന്നത് എന്നതറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. മിൽമ പാലിന് വില കൂടും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. 4 രൂപ ലിറ്ററിന് വർദ്ധിപ്പിക്കുക എന്നതിലേക്ക് മിൽമ കടക്കുകയാണ്. പക്ഷേ അത് എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് അറിയാനിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.